ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC. എൻ്റെ പേര് സൂരജ് കോടിയേരി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഈ വരുന്ന 10th പ്രിലിംസ് എക്സാമിനേഷനിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ജോഗ്രഫിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ 10th പ്രിലിംസ് ഒക്കെ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇനി വരുന്ന എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്തത് PSC പല തവണ മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യും, അതിന് ആൻസർ പറയും. അതിനുശേഷം നമ്മൾ അതുമായി അനുബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ PSC ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് നോക്കാം. മൺസൂൺ എന്ന വാക്ക്, ഇതും PSC മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? ഓക്കെ, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് കടമെടുത്തതാണ്, അല്ലെങ്കിൽ ആ ഒരു വാക്കിൻ്റെ ആ ഒരു മീനിങ് ഒക്കെ ഏത് ഭാഷയിൽ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം അറബി, ലാറ്റിൻ, അതുപോലെ ഇംഗ്ലീഷ്, സംസ്കൃതം. ശരിക്കും മൺസൂൺ എന്ന കാറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാറ്റുണ്ട് എന്ന് മനസ്സിലാക്കിയത് അറബിക്കടലിൽ കച്ചവടം ചെയ്തിരുന്ന അറബികളായിരുന്നു, പേർഷ്യൻസ് ആയിരുന്നു. അപ്പോൾ അവരാണ് ഇതിനെ മൗസം എന്ന് വിളിച്ചത്. മൗസം മൺസൂൺ എന്നാണ് വിളിച്ചത്. മൗസം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്. സീസൺ എന്നാണ് ഈ ഒരു മൗസം എന്ന വാക്കിൻ്റെ അർത്ഥം. സീസൺസ് എന്നാണ് ഈ മൗസം എന്ന വാക്കിൻ്റെ അർത്ഥം. സീസണലി നമുക്ക് മൺസൂൺ ദിശ മാറ്റി വീശുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആദ്യം നമുക്ക് ഇന്ത്യൻ പെനിൻസുലയിലായിട്ട് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ ഇതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ മാസങ്ങളിലാണ്? ജൂൺ ടു സെപ്റ്റംബർ. ഇനി ഇത് നേരെ ദിശ മാറി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അടുത്ത 2 മാസങ്ങളിലേക്ക് വീശുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, അതുപോലെ നവംബർ മാസങ്ങളിൽ, അതായത് വടക്ക് കിഴക്കൻ നിന്ന് തെക്ക് പടിഞ്ഞാറിലേക്ക് വടക്ക് കിഴക്കൻ മൺസൂണായിട്ടാണ് ഈ കാറ്റ് വീശുന്നത്. അപ്പോൾ സീസണലി ഇതിൻ്റെ ദിശ മാറുന്നതായിട്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതുകൊണ്ടാണ് ഇതിനെ മൗസം, സീസൺസ് എന്ന് വിളിച്ചത്. മൗസം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ചോദ്യം 17ാമത്തെ ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇതിൻ്റെ ഉത്തരം അറബിയാണ്. അറബി ലാംഗ്വേജിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഈ പറഞ്ഞ മൺസൂൺ ആണെങ്കിലും പ്രാദേശിക വാദങ്ങളാണെങ്കിലും, അതായത് ലോക്കൽ വിൻസ്, മാംഗോ ഷവർ, അല്ലേ, ലൂ, കാൽബൈസാഗി, ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്രതിവർഷവും ഇത് സംഭവിക്കുന്ന ഒന്നാണ്, നമ്മൾ ന്യൂസിലും മറ്റുമൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതുമായി ബന്ധപ്പെട്ട എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമായിട്ടാണ് ഞാനിതാ വന്നിരിക്കുന്നത്. ഇത് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 18ാമതായിട്ട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. കൽബൈശാഖി, അല്ലേ, കാൽബൈശാഖി അല്ലെങ്കിൽ കൽബൈസാഖി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കാറ്റ്, ഈ കൽബൈസാഖി എന്താണെന്നാണ് ചോദിച്ചത്. വളരെ ഡയറക്റ്റ് ആയിട്ട് ഈ കൽബൈസാഖി എന്താണ്, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. കൽബൈസാഖി എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് ബംഗാളിലും ആസാമിലും ഒക്കെ, അതായത് ബംഗാളിൻ്റെ ആ ഒരു പ്രദേശത്ത്, ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ബംഗ്ലാദേശ്, വെസ്റ്റ് ബംഗാൾ, ആസാം തുടങ്ങിയ മേഖലകളിലേക്ക് വേനൽക്കാലത്ത് വീശുന്ന കാറ്റിന് പറയുന്ന പേരാണ് കൽബൈശാഖി. ഇത് വലിയ രീതിയിലുള്ള ഇടിമിന്നലോട് കൂടിയ മഴയൊക്കെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴയൊക്കെ ഉണ്ടാക്കുന്നത് കൽബൈശാഖിയാണ്. നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഇത് വരുത്താറുണ്ട്. അതുകൊണ്ടാണ് ഈ പേരൊക്കെ. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൽബൈശാഖി ശരിക്കും എന്താണ്? കാറ്റാണ്. കൽബൈശാഖി എന്ന് പറയുന്നത് എന്താണ്? കാറ്റാണ്. ഒബ്വിയസ്ലി നമുക്ക് വളരെ വ്യക്തമായിട്ട് കൽബൈശാഖി ലോക്കൽ വിൻഡാണ്, പ്രാദേശിക വാദമാണെന്ന് നമ്മൾ SCRTയിലും അല്ലാതെ റാങ്ക് ഫയലിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ കൽബൈശാഖി ഒരു കാറ്റാണ്, മറക്കരുത്, കാറ്റാണ്. ഈ കാറ്റ് എപ്പോഴും പ്രാദേശികവാദങ്ങൾ എന്ന് വെച്ചാൽ കടലിൽ നിന്ന് വരുന്ന പ്രാദേശികവാദങ്ങൾ, മാംഗോ ഷവർ ആണെങ്കിലും കോഫി ബ്ലോസം ആണെങ്കിലും കൽബൈശാഖി ആണെങ്കിലും എല്ലാ കാറ്റും മോയ്സ്ചറും കൊണ്ടുമാണ് വരുന്നത്. മോയ്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവി, മോയ്സ്ചർ അല്ലെങ്കിൽ നീരാവിയും കൊണ്ടാണ് വരുന്നത്. അതായത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന ഇങ്ങനെയുള്ള പ്രാദേശികവാദങ്ങൾ മഴയുണ്ടാക്കും എന്ന് സാരം. ഇപ്പോൾ കൽബൈശാഖി ആണെങ്കിലും മാംഗോ ഷവർ ആണെങ്കിലും കോഫി ഷവർ ആണെങ്കിലും വേനൽക്കാലത്ത് മഴയുണ്ടാക്കുന്ന കാറ്റുകളാണ്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ കൽബൈശാഖിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. കൽബൈശാഖി വീശുന്നത് എപ്പോഴും പ്രാദേശികവാദങ്ങൾ നിങ്ങൾ ഇങ്ങനെ വേണം പഠിക്കാൻ. എങ്ങനെ പഠിക്കണം? പ്രാദേശികവാദങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ
ആ പ്രാദേശികവാദം ഏത് സ്ഥലത്താണ് വീശുന്നതെന്ന് പഠിക്കണം. കൽബൈശാഖി വീശുന്നത് ബംഗാളിലാണ്. ബംഗാൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ പശ്ചിമ ബംഗാളും ബംഗ്ലാദേശ് എന്ന രാജ്യവും. അപ്പോൾ ഈ ബംഗാൾ ഭാഗത്താണ് ഇത് വീശുന്നത്. ബംഗാളിൽ നിന്ന് തുടങ്ങി അങ്ങ് നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ ആസാം വരെ ഈ കാറ്റ് വീശുന്നുണ്ട്. ഇനി ഈ കാറ്റ് എപ്പോഴാണ് വീശുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും പ്രാദേശികവാദങ്ങൾ പഠിക്കുമ്പോൾ ആ കാറ്റ് എപ്പോൾ ഏത് കാലത്താണ് വീശുന്നത് എന്ന് പഠിക്കണം. കൽബൈശാഖി വീശുന്നത് വേനൽക്കാലത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെന്തുണ്ടാക്കും? വേനൽ മഴയുണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യവും മറക്കരുത്. ഇനി ഈ കാറ്റ് എന്താണ്? ഈ കാറ്റ് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് കൃഷിക്ക് അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും നമ്മളെപ്പോഴും നോട്ട് ചെയ്യണം. എല്ലാ പ്രാദേശികവാദങ്ങളും ഇങ്ങനെയാണ് നോട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് കേരളത്തിലെ മാംഗോ ഷവർ എന്താണ്? ഇതേപോലെ കേരളത്തിലാണ് വീശുന്നത്. വേനൽ മഴയാണ്, വേനൽക്കാലത്താണ് വീശുന്നത്. ഇനി അടുത്ത പോയിന്റ്, മാങ്ങ പഴുക്കാനും മാങ്ങയും ചക്കയൊക്കെ പഴുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മാംഗോ ഷവർ എന്നുള്ള പേര് കിട്ടിയത്. അതേപോലെ കൽബൈശാഖി ഏതെങ്കിലും പ്രതികൂലമോ അനുകൂലമോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കൽബൈശാഖി ശരിക്കും ഒരു ദുരന്തം ഉണ്ടാക്കുന്ന കാറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം നാശനഷ്ടങ്ങൾ ബംഗാളിൽ ഉണ്ടാക്കുന്ന കാറ്റാണ്. ബംഗാളിലെ നാശനഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പേര് തന്നെയുണ്ട്. വൈശാഖ മാസം എന്ന് വെച്ചാൽ വേനൽക്കാലത്ത്, ഏകദേശം വേനൽക്കാലം ആ ഒരു സമയത്ത് കാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാഹിതം, ദുരന്തം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കൽബൈശാഖി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വേനൽക്കാലത്തെ അത്യാഹിതം എന്ന് വെച്ചാൽ വേനൽക്കാലത്തെ ശക്തമായ മഴ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുകയും ബംഗാളിൽ കൃഷിനാശം പോലുള്ള കൃഷിനാശം, അതുപോലെ ആലിപ്പഴ വീഴ്ചയൊക്കെ ഉണ്ടാക്കുന്ന കാറ്റാണ് കൽബൈശാഖി. ആലിപ്പഴ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള നമുക്ക് ആസ്വദിക്കാൻ പറ്റുമല്ലോ ആലിപ്പഴം വീണ് കഴിഞ്ഞാൽ, അതുപോലുള്ള ആലിപ്പഴങ്ങളല്ല, വളരെ വലിയ ഒരു ഗോൾഫ് ബോളിൻ്റെ അത്രയും വലിപ്പമുള്ള ഐസ് കഷ്ണങ്ങളാണ് നമ്മുടെ തലയിലേക്ക് വന്ന് വീഴുക. ഒരുപാട് രീതിയിൽ നമുക്കെന്താണ് പ്രതികൂലമായ രീതിയിൽ കൃഷിയാണെങ്കിലും പാർപ്പിടങ്ങളാണെങ്കിലും കാറുകളും വാഹനങ്ങളൊക്കെ ആണെങ്കിലും ഈവൻ മനുഷ്യന് പോലും ജീവഹാനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ആലിപ്പഴ വീഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. ഇതാണ് കൽബൈശാഖി. അപ്പോൾ ഈ കാര്യവും മറക്കരുത്. എത്ര വലിയ പ്രശ്നക്കാരനാണെങ്കിലും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും അല്ലേ? അതുപോലെ കൽബൈശാഖിയെ കൊണ്ട് ഒരാൾക്ക് ഉപകാരമുണ്ട്. ആസാമിലെ തേയില കർഷകർക്കാണ് ഉപകാരം. എന്ന് വെച്ചാൽ ആസാമിലെ തേയിലക്ക് ആക്ച്വലി ഇത് ഗുഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ആസാമിലെ തേയില കർഷകർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതൊരു പ്രശ്നക്കാരനാണ്, മറക്കരുത്. ഓക്കെ, ഇനി ഇതിന് മറ്റേതെങ്കിലും പേരുകളുണ്ടോ? കൽബൈശാഖിയുടെ മറ്റ് പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബൈശാഖിനെ നമ്മൾ ബർദോളി ചീര എന്നാണ് നമ്മൾ ആസാമിൽ വിളിക്കുന്ന പേര്. ആസാമിൽ വിളിക്കുന്ന പേരെന്താ? ബർദോളി ചീര എന്നാണ് ആസാമിൽ വിളിക്കുന്ന പേര്. ഈ കാര്യം മറക്കരുത്. അപ്പോൾ ഈ ഒരു ചോദ്യം നിർബന്ധമായും പഠിച്ചിരിക്കുക, നിങ്ങൾ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. മറ്റ് പ്രാദേശികവാദങ്ങളും പഠിക്കുക. മാംഗോ ഷവർ കേരളം, വേനൽക്കാല മഴയാണ്, പക്ഷേ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. അതായത് മാങ്ങകൾ പഴുക്കുന്നു, വേനൽ ചൂട് അല്പം ഒന്ന് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇതേപോലെ കോഫി ഷവർ, കർണാടകയിൽ വീശുന്ന കാറ്റാണ് കോഫി ഷവറും വേനൽക്കാലത്താണ് വീശുന്നത്. നമുക്ക് അനുകൂലമായിട്ടുള്ള, കർണാടകയുടെ ഒരു കൃഷിക്ക് അനുകൂലമായിട്ടുള്ള കാറ്റാണ്. കാപ്പിക്കുരു പഴുക്കാൻ വേണ്ടിയാണ് ഇത് സഹായിക്കുന്നത്. കാപ്പിക്കുരു പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുവന്ന നിറമാകും. അതുകൊണ്ട് കോഫി ഷവറിനെ ചെറി ഷവർ അഥവാ ചെറി ബ്ലോസം എന്നും വിളിക്കാറുണ്ട്. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ കൽബൈശാഖി വിടാം, നമുക്ക് വീണ്ടും മുന്നോട്ടേക്ക് പോകാം. ഇനി റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? നമുക്ക് എപ്പോഴും എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ ഒരു കാര്യം എന്നോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക, ഇരുമ്പുരുക്ക് ശാലകൾ ഒന്ന് വായിച്ചു പോവുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4-5 ഇരുമ്പുരുക്ക് ശാലകളുണ്ട്. ഇവിടെ നിന്നാണ് എപ്പോഴും PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കൂ. ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാവേ. ഇത് നോക്കിയേ, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇത് നോക്കിയേ, ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ, അതുപോലെ ബൊക്കാറോ. ഇതൊക്കെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളാണ്. PSC സ്ഥിരമായിട്ട് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇരുമ്പുരുക്ക് ശാലകൾ.
അതേപോലെ ദേശീയപാതകളും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ദേശീയപാതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 5 ദേശീയപാതകൾ നിർബന്ധമായും എക്സാമിന് തൊട്ട് മുമ്പൊന്ന് പഠിച്ചിട്ട് പോവുക. അതേപോലെ ഇരുമ്പുരുക്ക് ശാലകളും നിർബന്ധമായും പഠിക്കുക എക്സാമിന് തൊട്ട് മുമ്പ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് ആരാണ് ഫണ്ട് അനുവദിച്ചത്, അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകിയ രാജ്യം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ, റൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ ഒരു പ്രദേശമാണ്. ജർമ്മനിയിലെ ഒരു നദിയും ആ നദീ തീരത്തെയും നമ്മൾ റൂർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജർമ്മനിയിലെ റൂർ എന്ന പ്രദേശത്താണ് ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ ഖനികളും അതുപോലെ ഇരുമ്പുരുക്ക് ശാലകളും നമുക്ക് കാണപ്പെടുന്നത്. ഈ റൂർ വഴിയാണ് നമ്മുടെ കൽക്കരിയും ഇരുമ്പും എല്ലാം ജർമ്മനി പല ഭാഗങ്ങളിലേക്ക്, ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റൂർ നദിയുടെ പേരിൽ നിന്നാണ് നമുക്ക് എളുപ്പത്തിൽ റൂർക്കേല ഇരുമ്പുരുക്ക് ശാല ആരായിരിക്കും സഹായിച്ചത്? തീർച്ചയായും വളരെ വ്യക്തമായിട്ട് നമുക്ക് ജർമ്മനിയാണ് അത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ റൂർ മറക്കരുത്. റൂർ ജർമ്മനിയിലെ ഒരു നദിയും സ്ഥലവുമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഖനികളും ഇരുമ്പുരുക്ക് ശാലകളും കാണുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് റൂർക്കേല എന്നുള്ള പേര് ഇവിടെ എളുപ്പത്തിൽ നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ റൂർക്കേല എവിടെയാണ് റൂർക്കേല? നിർബന്ധമായും നിങ്ങൾ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഹാബിറ്റ് കീപ്പ് ചെയ്യുക. എനിക്ക് പറയാനുള്ളൊരു, എല്ലാവരോടും എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളെപ്പോഴും ജോഗ്രഫി പഠിക്കുമ്പോൾ ഏത് സ്ഥലം കണ്ടാലും അതെവിടെയാണെന്ന് നോക്കാനുള്ള ഒരു ഹാബിറ്റ്, ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ സ്വയം വളർത്തിയെടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബീററ്റിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അല്ലേ? നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ്. 13 മാസത്തിന് ശേഷം ബീററ്റിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ബീററ്റ് എവിടെയാണ്? ഗാസയിൽ മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുക. ഈ ഗാസ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും ന്യൂസിലോ എവിടെയാണെങ്കിലും SCERT വായിക്കുമ്പോഴോ റാങ്ക് ഫയൽ വായിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു നഗരമോ സ്ഥലമോ നദിയോ തടാകമോ എന്ത് കണ്ടാലും അത് എവിടെയാണെന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ തന്നെ വളർത്തിയെടുക്കുക. ഇത് നിങ്ങൾക്ക് ജോഗ്രഫി, എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ, പരിസ്ഥിതിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ എളുപ്പമാക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ റൂർക്കേല എന്ന് പറയുന്നത് നമുക്ക് ഒഡീഷയിലുള്ള നമ്മുടെ ഇരുമ്പുരുക്ക് ശാലയാണ്. ഈ കാര്യം മറക്കരുത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഇനി റൂർക്കേല മറക്കരുത്. റൂർ ജർമ്മനിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? റൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? റൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ റൂർ നദി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ സ്ഥലം എഴുതാം. ഛോട്ടാ നാഗ്പൂരാണ്. എന്താണ് കാരണം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പുരുക്ക് ശാലകളും ഖനികളും കാണുന്നത് റൂറിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പുരുക്ക് ശാലകളും കൽക്കരി ഖനികളും ഒക്കെ കാണുന്നത് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. ഛോട്ടാ നാഗ്പൂർ അറിയപ്പെടുന്നത് പോലും ഇന്ത്യയുടെ ധാതു കലവറ എന്നാണ്. ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഛോട്ടാ നാഗ്പൂരിനെയാണ് റൂർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഇനി ഛോട്ടാ നാഗ്പൂരിലൂടെ ഒഴുകുന്ന നദിയാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, റൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നദിയാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, ദാമോദർ നദിയാണ് ആൻസർ. ദാമോദർ നദിയാണ് ഛോട്ടാ നാഗ്പൂരിലൂടെ ഒഴുകുന്നത്. അപ്പോൾ റൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നദി ചോദിക്കുകയാണെങ്കിൽ ദാമോദർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? യെസ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ശരിയായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചത്. എപ്പോഴും ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ ശരിയായതാണോ തെറ്റായതാണോ ജോഡി ചോദിച്ചതെന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വട്ടയിട്ട് വെക്കുക ഇതുപോലെ. അല്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോവും. എനിക്കറിയാം നിങ്ങൾ എപ്പോഴും തെറ്റായതാണ് ഞാൻ വിചാരിച്ചത്, അല്ലെങ്കിൽ തെറ്റായത് ചോദിക്കുമ്പോഴേ അധികം കൺഫ്യൂഷൻ വരിക. തെറ്റായതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, നമ്മൾ ശരിയായതായിരിക്കും കുത്തിയിട്ടുണ്ടാവുക OMR. അപ്പോൾ ഇതൊന്നും നമ്മൾ തെറ്റിക്കരുത്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചാണ് പോകുന്നത്. വീണ്ടും അത് തെറ്റിക്കരുത്. അപ്പോൾ ശരിയായ ജോഡിയാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റായ ജോഡി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. ശരിയായതാണ് ചോദിച്ചെങ്കിൽ തെറ്റായത് കണ്ടുപിടിച്ച് അത് എലിമിനേറ്റ് ചെയ്യുക. തെറ്റായതാണ് ചോദിച്ചതെങ്കിൽ ശരിയായത് കണ്ടുപിടിച്ച് അത് എലിമിനേറ്റ് ചെയ്യുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ശരിയായ ജോഡിയാണ്. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? തെറ്റായ ജോഡി കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് റൂർക്കേല
ഛത്തീസ്ഗഡ് ആണോ? ഒരിക്കലുമല്ല. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഒഡീഷയിലാണ്. അപ്പം തന്നെ നമുക്ക് ആരെ എലിമിനേറ്റ് ചെയ്യാം? ആ ഛത്തീസ്ഗഡിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. റൂർക്കേല ഛത്തീസ്ഗഡ് എന്നുള്ള ആ ഒരു ജോഡി എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത്തത് ഇതാ ബി ഓപ്ഷനിലാണുള്ളത്. അപ്പോൾ ബി നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് ഭിലായ് ഒഡീഷ. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണോ? ഒരിക്കലുമല്ല. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉൾട്ടയായിട്ട് ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത് PSC. അപ്പോൾ ഭിലായ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ആണ്, ഒഡീഷയല്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്ന് കിട്ടി. യെസ്, എയിലും ഒന്നുണ്ട്, അതുപോലെ ഡിയിലും ഒന്നുണ്ട്. ഇനിയിപ്പോൾ ദുർഗാപൂരും ബൊക്കാറയും നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ഥലം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ആൻസർ ശരി തന്നെയായിരിക്കും. 3, 4 എന്നിവ ശരിയായ ഉത്തരമാണ്. എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, തീർച്ചയായും ദുർഗാപൂർ പശ്ചിമ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലയാണ്. ഇനി ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡാണ്. അപ്പോൾ ഈ 4 സ്റ്റീൽ പ്ലാന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് വരും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നിങ്ങളോട് ചോദിക്കാം. ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എക്സാമിന് തൊട്ട് മുമ്പ് ഈ ഒരു 5 പ്ലാന്റുകൾ, ഇരുമ്പുരുക്ക് ശാലകൾ ചുമ്മാ ഒന്ന് പഠിച്ചിട്ട് പോകുക. പറ്റുവാണെങ്കിൽ താപവൈദ്യുത നിലയങ്ങളും കുറച്ച് ഇതേപോലെ ഒരു 4-5 എണ്ണം ലിസ്റ്റ് ഉണ്ട്, അതൊന്ന് നോക്കിയിട്ട് പോവുക. എക്സാമിന് ചോദിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ഇനി മറ്റൊരു ചോദ്യമാണ്, അധികം ആൾക്കാരും ഇന്ത്യയുടെ ബേസിക്സിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി, രേഖാംശ വ്യാപ്തി. ഈ അക്ഷാംശവും രേഖാംശമൊക്കെ വരുമ്പോൾ ചില ആൾക്കാർക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടാണ്. ഇത് സംഭവം വളരെ സിമ്പിളാണ്. നമ്മളിത് ആ മാപ്പ് വെച്ചിട്ട് ഇത് പറയാൻ പോവുകയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി നമ്മൾ മാപ്പ് വെച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. യെസ്, ഇതാണ് ഇന്ത്യ. നമുക്കറിയാം ഇതാണ് ഇന്ത്യ. ലോക ഭൂപടത്തിൽ നിങ്ങൾ ലോക ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഭൂമിയുടെ ഭൂമധ്യരേഖ 0 ഡിഗ്രി അക്ഷാംശം ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് 0 ഡിഗ്രി അക്ഷാംശ രേഖ. 0 കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും വടക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? 0-ൻ്റെ വടക്ക് ഭാഗത്താണ് ഇന്ത്യ. അപ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റമാണ് എടുക്കുന്നത്, കന്യാകുമാരി. കന്യാകുമാരിയിലൂടെ കടന്നു പോകുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് അഥവാ വടക്ക് അക്ഷാംശമാണ്. പല ആൾക്കാർക്കും തെറ്റുപറ്റാറുണ്ട്. കന്യാകുമാരിയിലൂടെ കടന്നു പോകുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് തെക്ക് എന്ന് പല ആൾക്കാരും വിചാരിച്ച് പഠിക്കാറുണ്ട്. ഇന്ത്യയുടെ തെക്കിനെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. ഭൂമധ്യരേഖ ഭൂമധ്യരേഖ 0 അല്ലേ? 0 കഴിഞ്ഞ് 1, 2 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 8 ഡിഗ്രി 4 മിനിറ്റിലാണ് കന്യാകുമാരി. ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വെച്ചാൽ ഇന്ദിരാ കോളിലൂടെ കടന്നു പോകുന്നത് 37 ഡിഗ്രി 6 മിനിറ്റ്. എഗെയിൻ എന്താണ്, തെക്കാണോ വടക്കാണോ? തീർച്ചയായും വടക്ക്. ആരുടെ വടക്ക്? ഭൂമധ്യരേഖയുടെ വടക്ക്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഭൂമധ്യരേഖയുടെ 23.5 ഡിഗ്രി വടക്കാണ് നമ്മുടെ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ അക്ഷാംശ രേഖയും, ലിസൺ കെയർഫുള്ളി, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏത് അക്ഷാംശം എടുത്താലും അത് വടക്കാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സൗത്ത് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സൗത്ത് എന്നുള്ള ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ഭാഗ്യത്തിന് PSC സൗത്ത് എന്നുള്ള ഓപ്ഷൻ തന്നിട്ടില്ല, അക്ഷാംശമാണ് ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നിക്കെങ്കിൽ നോർത്ത് അല്ലെങ്കിൽ സൗത്ത് എന്നുള്ള ഓപ്ഷനാണ് കാണാം. ഇവിടെ ഈസ്റ്റ് എന്ന് കാണാം. അപ്പോൾ ഇതങ്ങ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡി എന്തായാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇവിടെ ഈസ്റ്റ് കിഴക്ക് എന്നാണ് കാണുന്നത്. ഇന്ത്യയുടെ എല്ലാ അക്ഷാംശവും വടക്കൻ അക്ഷാംശമാണ്. അപ്പോൾ തീർച്ചയായും 8 ഡിഗ്രി 4 മിനിറ്റ് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ് ഇന്ത്യയുടെ അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യാപ്തി. എന്താണ്? ഇന്ത്യയുടെ അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കിനും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കിനും ഇടയിലാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളതും വളരെ വ്യക്തമായിട്ട് പഠിച്ചു. ഇതിൻ്റെ ആൻസർ എന്താണ്? യെസ്, ബി ആണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്?
ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലുതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ടിബറ്റൻ പീഠഭൂമി പോലുള്ള പീഠഭൂമിയൊക്കെ ഓപ്ഷനിലുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇന്ത്യയുടെ കാര്യമാണ് ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോകാം. ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി തീർച്ചയായും നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ, ഇന്ത്യയുടെ മാപ്പ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ യെസ്, നമ്മുടെ എൻ്റയർ ഉപദ്വീപിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വളരെ വലിയ ഡെക്കാൻ പീഠഭൂമി കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയുടെ ആ ഒരു ദക്ഷിണ ഇന്ത്യ മൊത്തം വ്യാപിച്ച് കിടക്കുന്ന വളരെ വലിയ ത്രികോണാകൃതിയിലുള്ള, എന്താ ഇതിൻ്റെ ഷേപ്പ്, ത്രികോണാകൃതിയിലുള്ള ഒരു പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. എങ്ങോട്ടാ ചെരിവ്? വളരെ സിമ്പിളാ. ഇവിടെ ഒഴുകുന്ന നദികൾ ആലോചിച്ചാൽ മതി. കാവേരിയും ഗോദാവരിയും കൃഷ്ണയും ഒക്കെ ഒഴുകുന്നത് എങ്ങോട്ടാ? കാവേരിയും ഗോദാവരിയും കൃഷ്ണയൊക്കെ ഒഴുകുന്നത് എങ്ങോട്ടാ? കിഴക്കോട്ടാണ്. എന്ന് വെച്ചാൽ എങ്ങോട്ടാ ചെരിവ്? ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഇതിൻ്റെ ചെരിവ്. എന്ന് വെച്ചാൽ കിഴക്കോട്ട് അല്ലേ, കിഴക്കോട്ട് അഥവാ ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഇതിൻ്റെ ചെരിവ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഡെക്കാനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, ഡെക്കാൻ എങ്ങനെയാണ് ഉണ്ടായത്? ഡെക്കാൻ ലാവ ഒഴുകിയാണ് ഉണ്ടായത്. എങ്ങനെ? ലാവ ഇങ്ങനെ ഒഴുകിയാണ് ഉണ്ടായത്. അതായത് ഒരു 65 തൊട്ട് ഏകദേശം ഒരു 60-80 മില്യൺ വർഷങ്ങൾ, 65-80 മില്യൺ വർഷങ്ങൾ തൊട്ട് ഒരു 144 ദശലക്ഷം വർഷങ്ങളുടെ ഇടയിൽ എപ്പോഴോ ഇന്ത്യയുടെ മഹാരാഷ്ട്രയുടെ ഈ ഭാഗത്ത് വിള്ളലുണ്ടായി. അങ്ങനെ ലാവ ഇങ്ങനെ ഒഴുകി, അങ്ങനെയാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടുന്ന് കാണാം ലാവ എങ്ങോട്ടാണ് ഒഴുകിയേ? ബംഗാൾ ഉൾക്കടലിലേക്ക്. ഇപ്പം മനസ്സിലായല്ലോ ഇന്ത്യയുടെ നദികൾ എന്തുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് ചെരിഞ്ഞൊഴുകുന്നത്, ഇതിൻ്റെ ചെരിവ് കിഴക്കോട്ടായെന്ന്. ലാവ ഒഴുകിയത് കിഴക്കോട്ടാ, അതുകൊണ്ട് ഇപ്പം നദികളും കിഴക്കോട്ട് ഒഴുകുന്നു എന്ന് സാരം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി കൂടെയാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് എക്സാമിന് വരാൻ പറ്റും. ഈ ഒരു കുറച്ച് മുമ്പേ ഉള്ള എക്സാംസുകൾക്കൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഡെക്കാൻ പീഠഭൂമി ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത് എന്ന്. ഡെക്കാൻ പീഠഭൂമി ഉണ്ടായത് ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലാണ്. ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലാണ്. ഞാൻ പറഞ്ഞ ഒരു 144 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുണ്ടായത്. എന്ന് വെച്ചാൽ ക്രെട്ടേഷ്യസ് നിങ്ങൾക്ക് മംഗ്ലീഷിൽ ഇതിങ്ങനെ ക്രെട്ടേഷ്യസ് എന്ന് ചോദിക്കാം. ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലാണ് ഡെക്കാൻ പീഠഭൂമി ഇങ്ങനെ ലാവ ഒഴുകി ഉണ്ടായത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാനാണെന്നും ഡെക്കാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. മറക്കരുത്. ഡെക്കാനിൽ ലാവാ പീഠഭൂമി ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് മണ്ണാ കാണാം? ഡെക്കാനിൽ പൊതുവെ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് എന്താ? കറുത്ത മണ്ണ്. കറുത്ത മണ്ണിൽ നന്നായിട്ട് വളരുന്നത് എന്താ? പരുത്തി. അപ്പോൾ ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ജോഗ്രഫി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പോൾ 13ാമത്തെ ആൻസർ ഡെക്കാൻ പീഠഭൂമി ബി അല്ലേ? 13B എന്ന് മനസ്സിൽ പറഞ്ഞതുകൊണ്ട്, മനസ്സിൽ പറയണം, ഉച്ചത്തിൽ പറയരുത്, സ്ക്വാഡ് കൊണ്ടുപോകും നിങ്ങളെ. മനസ്സിൽ 13B എന്ന് പറഞ്ഞുകൊണ്ട് OMRൽ 13B മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ 12 പോയി കുത്തും ബി. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് ഫോളോ ചെയ്യാം. ഇനി PSCയുടെ സൂപ്പർ ഹിറ്റ് ചോദ്യം. PSCക്ക് എന്താണെന്നറിയില്ല, ഈ ചോദ്യം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി. ക്വീൻ അല്ല, പ്രിൻസ്. രാജകുമാരീനെ കുറിച്ചാണ് ചോദിച്ചത്. പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നറിയപ്പെടുന്നത് തീർച്ചയായും ആരാണ്? രാജകുമാരിയാണ്, റാണിയല്ല. രാജകുമാരി എന്നറിയപ്പെടുന്നത് നമ്മുടെ കൊടൈക്കനാലാണ്. ആരാണ്? കൊടൈക്കനാലാണ്. ഓക്കെ, കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പോയിന്റ് കൂടി ഓർമ്മ വരുന്നുണ്ട്. PSCയുടെ കൊടൈക്കനാൽ
മലയിലാണെന്ന്? പളനി മലനിരയിലാണ് നമ്മുടെ കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത്. പളനിമല. ആ പളനി നമ്മുടെ വേൽമുരുകൻ ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അതല്ല, അതൊരു കുന്ന് മാത്രമാണ്. പളനി നിരയിലെ ഒരു കുന്ന് മാത്രമാണ് പളനി വേൽമുരുകൻ ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ പളനി മലനിര മൂന്നാർ ആനമുടിയിൽ നിന്ന് തുടങ്ങി അങ്ങ് തമിഴ്നാട്ടിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു പർവ്വതനിരയാണ്. അതിൽ ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ കൊടൈക്കനാൽ. അപ്പോൾ പളനി നിരയിലെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി, പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന പ്ലേസ് ആണ് കൊടൈക്കനാൽ. ഇനി നമ്മളോട് ക്വീന് ചോദിച്ചാലോ? ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് ആണ് ചോദിക്കുന്നതെങ്കിലോ? റാണി, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ എന്താ? മസൂറിയാണ്. PSCയുടെ ആൻസർ മസൂറിയാണ്. മസൂറി എവിടെയാണ് മസൂറി? മസൂറി നമ്മുടെ ഉത്തരാഖണ്ഡിലാണ്. നമ്മുടെ ഹാബിറ്റ് മറന്നുപോരുത്. നമ്മുടെ ഹാബിറ്റ് എന്താ? എന്ത് സ്ഥലം കിട്ടിക്കഴിഞ്ഞാലും അതെവിടെയാണെന്ന് നമ്മൾ തപ്പി നോക്കും. ഓക്കെ, തപ്പി നോക്കും. അതൊരു ഹാബിറ്റായിട്ട് മാറ്റാം. സോനാമാർഗിൽ മഞ്ഞ് പെയ്തൂന്ന് നിങ്ങൾ എവിടെയോ റീൽസിലോ യൂട്യൂബിലോ എവിടെയും കണ്ടോ, അപ്പം തന്നെ സോനാമാർഗ് എവിടെയാണെന്ന് നോക്കുക. കാശ്മീരാണല്ലേ? അപ്പം ഇതേപോലെ ഏത് സ്ഥലം കിട്ടിക്കഴിഞ്ഞാലും തപ്പി നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹാബിറ്റാക്കിയിട്ട് മാറ്റുക. ഇതെവിടെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇന്ത്യയിലാണെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലാണ്, കേരളത്തിലാണെങ്കിൽ ഏത് ജില്ലയിലാണ്, അതുപോലെ വേൾഡിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഏത് രാജ്യത്താണ്. ഇത് നമ്മൾ ഒന്ന് തപ്പി നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലായിട്ടാണ് ലേ സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരുപാട് ക്ലൂസ് ഓൾറെഡി ആര് തന്നിട്ടുണ്ട്? PSC തന്നിട്ടുണ്ട്. ഈ ക്ലൂ ഒക്കെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കീവേഡ് അണ്ടർലൈൻ ചെയ്യണം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഒന്നാമത്തെ ക്ലൂ, ലേ രണ്ടാമത്തെ ക്ലൂ. അപ്പോൾ ഈ രണ്ട് കീവേഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എയർപോർട്ട് ഈ സ്ഥലത്താണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടും. ഈ സ്ഥലത്തൂടെ ഒഴുകുന്ന നദി ആലോചിച്ചാൽ മതി. ഇന്ത്യയുടെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് എന്ന് പറയുന്നത് കുശോക് ബാക്കുള. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നമുക്കതിൽ ഒരൊറ്റ വേർഡേ പഠിക്കണ്ടു, റിംപോച്ചി. കുശോക് ബാക്കുള റിംപോച്ചി എയർപോർട്ട്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് PSC പറഞ്ഞേ? ലേയിലാണ്. ഓക്കെ, അപ്പോൾ റിംപോച്ചി ആലോചിച്ചാൽ മതി. നമ്മുടെ യോധ സിനിമയിലല്ലേ അപ്പുക്കുട്ടനെ ആലോചിച്ചാൽ മതി. അപ്പോൾ അതുപോലെ റിംപോച്ചി എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ്. ഇപ്പോൾ കുശോക് ബാക്കുള റിംപോച്ചി എയർപോർട്ട് എന്നാണ് ലഡാക്കിലുള്ള ഈ എയർപോർട്ടിൻ്റെ പേര്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ്. കാരണം എന്താ? ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. കണക്ഷൻ കിട്ടിയോ? ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി അല്ലേ? പീഠഭൂമി എന്ന് വെച്ചാൽ എന്താ? നിരപ്പായ സ്ഥലം, ഉയർന്ന നിരപ്പായ സ്ഥലമല്ലേ? എയർപോർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ യെസ്, അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള എയർപോർട്ട്. സെറ്റ് അല്ലേ? ഇനി ലേ എന്ന് പറയുന്നത് ലഡാക്കിൻ്റെ ക്യാപിറ്റലാണ്. ക്യാപിറ്റലിൽ തന്നെയാണ് അവർ എയർപോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ലഡാക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ നദിയെ നിങ്ങൾക്ക് ഓർമ്മ വരണ്ടേ ഉള്ളൂ. അതായത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നദി. നമ്മുടെ സിന്ധു നദിയാണ് ലേ എന്ന പട്ടണത്തെ ചുറ്റിക്കൊണ്ട് ഒഴുകുന്നത്. ലേ എന്ന പട്ടണത്തെ ചുറ്റിക്കൊണ്ട് ഒഴുകുന്ന നദിയാണ് നമ്മുടെ സിന്ധു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ ഒരു സ്ഥലമാണ്. കാശ്മീർ ഇതാണ്, ജമ്മു ആൻഡ് കാശ്മീർ ഇതാണ് ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഈ ഒരു ഭാഗത്തുകൂടി കടന്നു പോകുന്ന നദി ഏതാണെന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു ആണ്. ഇത് ഇങ്ങനെ കടന്നു പോകുന്നത്. ഇത് നിങ്ങൾ സിന്ധുവെയാണ് കാണുന്നത്, ഇൻഡസ് റിവർ. ലേ എന്ന പട്ടണത്തെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടാണ് ഈ നദി ഒഴുകുന്നത്. ഇതാണ് നിങ്ങളോട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. പക്ഷെ ഇത്തവണ എന്താണ്, ഒന്ന് വളഞ്ഞാണ് PSC ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ആ എയർപോർട്ട് ഏത് നദിക്കരയിലെന്നാണ് ചോദിച്ചത്. ലേ എന്ന പട്ടണത്തെ ചുറ്റി ഒഴുകുന്നതാരാ? സിന്ധു ആണ്. ഈ കാര്യം വളരെ സിമ്പിളായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ. നമ്മുടെ PSC ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ. ഇന്ത്യയുടെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ലേയും കിട്ടി. ലേ ലഡാക്ക് എന്ന് തന്നെയാണ് നമ്മൾ പറയുക അല്ലേ? ഇപ്പോൾ ലഡാക്കിലാണെന്ന് അറിയാം ഈ എയർപോർട്ട്. പേര് തന്നെയുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. ലഡാക്കിലൂടെ ഗംഗ ഒഴുകുന്നുണ്ടോ? ഇല്ല.
എലിമിനേറ്റ് ചെയ്യുക. ഗംഗ ഇങ്ങ് യു പി, ഉത്തരാഖണ്ഡ്, യു പി, ജാർഖണ്ഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാളിലൂടെയൊക്കെയല്ലേ ഒഴുകുന്നത്. ഇനി യമുന ഒഴുകുന്നുണ്ടോ ലഡാക്കിൽ? എവിടെ? ലഡാക്കിന്നൊന്നുമല്ല, നമ്മൾ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് ഹരിയാനയിലൂടെ, യു പിയിലൂടെ, അലഹബാദിൽ ഗംഗയായിട്ടല്ലേ ചേരുന്ന യമുന? അല്ല. ബ്രഹ്മപുത്ര അങ്ങ് ആസാമിലും അരുണാചൽ പ്രദേശിലും അല്ലേ, അങ്ങ് കിഴക്കേ അറ്റത്തല്ലേ. ലഡാക്കുമായിട്ട് ഇവിടെ ബന്ധമില്ലാത്തത് ബാക്കി 3 നദികളാണ്. എളുപ്പത്തിൽ സിന്ധുവിലേക്ക് എത്താനും പറ്റും, ഇങ്ങനെയും എത്താം. അപ്പം ഇങ്ങനെ പല വഴിക്ക് നമുക്ക് ആൻസർ കണ്ടെത്താം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്കുള്ള നോളജ് ഉപയോഗിച്ച് നിങ്ങൾ എത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചോദ്യം വളരെ വ്യക്തമായിട്ട് കണ്ടുപിടിച്ചു. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അസമിലെ കസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? നമുക്കിവിടെ 2 കീവേഡ് ഉണ്ട്. അസമിലെ കാര്യമാണ് പറയുന്നത്. കാസിരംഗ ദേശീയോദ്യാനം അതാണ് 2ാമത്തെ കീവേഡ്. അപ്പോൾ ഈ സ്ഥലത്തുള്ള കാസിരംഗ ദേശീയോദ്യാനത്തിലെ പ്രധാന ജീവി എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യണേ. എലിമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാലോ. ഹിപ്പോപ്പൊട്ടാമസ്. ഇന്ത്യയിൽ എവിടെയാണോ ഹിപ്പോപ്പൊട്ടാമസ്? സർക്കസിലുണ്ടാവും, സൂലും ഉണ്ടാവും. ഇന്ത്യയിൽ കാട്ടിൽ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അതങ്ങ് ആഫ്രിക്കയിൽ. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് എന്തായാലും ഇന്ത്യയിലില്ല. ഇനി സിംഹം. സിംഹ ആസാമിലാണോ? സിംഹ ഇന്ത്യയിലുള്ളത് എവിടെയാ? അത് ഏത് കുഞ്ഞിനും അറിയാം, അത് ഗിറിലാണ്. ഗിർ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. 2 ഓപ്ഷൻസ് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ഇനി കാട്ടുകഴുതയാണോ അതോ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണോ ആൻസർ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാട്ടുകഴുത. സാധാരണ കഴുതകളെ നമുക്ക് നാട്ടിലാ കാണാം അല്ലേ, നാട്ടിൽ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡോങ്കീസ് അല്ലേ. പക്ഷേ ഇത് കാട്ടുകഴുതയാണ്. എന്ന് വെച്ചാൽ കാടിനുള്ളിൽ കാണുന്ന കഴുതയാണ്, വന്യജീവിയാണ് അല്ലേ. കാട്ടുകഴുതകളെ നമുക്ക് കാണുന്നത് അതും ഗുജറാത്തിലാണ്, റൺ ഓഫ് കച്ച് ഗുജറാത്തിലാണ് നമുക്ക് കാട്ടുകഴുതകളെ കാണുന്നത്. ഇതൊരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള IUCNന്റെ റെഡ് ഡാറ്റ ബുക്ക് അനുസരിച്ച് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ്. ഇതിനെ കാണുന്നത് ഗുജറാത്തിലെ റൺ ഓഫ് കച്ച്, ഇന്ത്യയുടെ ലവണ മരുഭൂമിയിലാണ് കാണുന്നത്. ഇതെന്താ തിന്നുക? ഉപ്പാണോ? ഉപ്പ് തന്നതാണോ കാട്ടുകഴുത? അല്ല. റൺ ഓഫ് കച്ചിലൊരു പുൽമേട് ഉണ്ട്, ബന്നി പുൽമേട്. ആ പുൽമേടിലാണ് ഇത് മേഞ്ഞ് നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കാട്ടുകഴുതയല്ല നമ്മുടെ ആൻസർ എന്നും കിട്ടി. അപ്പോൾ ആകെ ഒരൊറ്റ അനിമലേ ബാക്കിയുള്ളൂ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ പോപ്പുലേഷൻ കാണുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ആസാമിലാണ്. ആസാമിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ, കാസിരംഗ. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പൈതൃക പട്ടികയിൽ പോലും ഇടം പിടിച്ച കാസിരംഗ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിന് വളരെയധികം പ്രസിദ്ധമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും ഒരു ദേശീയോദ്യാനത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ അപ്പം തന്നെ അവിടെയുള്ള ജീവി പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളെന്താ ഇരവികുളം എന്ന് കേൾക്കുവാണ്. ഇരവികുളം എന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ആരെ ഓർമ്മ വരും? വരയാടിന് ഓർമ്മ വരുന്നില്ലേ? അതേപോലെ ഓരോ ദേശീയോദ്യാനം പഠിക്കുമ്പോൾ അവിടുത്തെ ജീവി ഓർമ്മ വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ആനയെ ഓർമ്മ വരുന്നില്ലേ? ഓർമ്മ വരണം കേട്ടോ. ഇനി നമുക്ക് ചൂളന്നൂർ എന്ന് കേൾക്കുവാണ്. കേരളത്തിലെയാണ് ഞാൻ പറയുന്നത്. ചൂളന്നൂർ എന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് പിക്കോക്ക് മയിലിനെ ഓർമ്മ വരണം. സെറ്റല്ലേ? ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എവിടെയാ? ലഡാക്കിൽ. എന്താ പേര്? ഹെമിസ് ദേശീയോദ്യാനം എന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ ഹിമപ്പുലിയെ നമുക്ക് ഓർമ്മ വരണം. കാസിരംഗ എന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തെ ഓർമ്മ വരണം. സൈലന്റ് വാലി അല്ലേ? സൈലന്റ് വാലി എന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് ആരെ ഓർമ്മ വരണം? സിംഹവാലൻ കുരങ്ങിനെ ഓർമ്മ വരണം. സിംഹവാലൻ കുരങ്ങ്, ലൈൻ ടെയിൽഡ് മക്കാക്കിനെ ഓർമ്മ വരണം. കാരണം എന്താ? ഇവിടെ ഒരുപാട് വെടിപ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരം കാണാൻ പറ്റും. ഇതിലെ വെടിപ്ലാവിലെ ചക്കയാണ് സിംഹവാലൻ കുരങ്ങിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ അവന്മാരെ ഏറ്റവും കൂടുതൽ കാണുന്ന എവിടെയായിരിക്കും? വെടിപ്ലാവ് കൂടുതലുള്ള സ്ഥലം. ദാറ്റ് മീൻസ് സൈലന്റ് വാലി. സെറ്റല്ലേ?
അപ്പം ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു ദേശീയോദ്യാനം പഠിക്കുമ്പോൾ അപ്പോൾ തന്നെ അവിടെയുള്ള പ്രധാന ജീവി എന്താ എന്ന് നമ്മൾ സ്വയം ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാം. ചിന്നാർ എന്ന് കേൾക്കുമ്പോൾ 2 ജീവികളെ നമുക്ക് ഓർമ്മ വരണം. ചാമ്പൽ മലയണ്ണാനും അതുപോലെ നക്ഷത്രയാമയും, ഗ്രിസിൽഡ് സ്ക്വിരലും അതുപോലെ സ്റ്റാർ ടർട്ടോയിസിനെയും നമുക്ക് ഓർമ്മ വരണം. ചിന്നാറിൻ്റെ മുന്നിൽ തന്നെ നക്ഷത്ര ആമയുടെ വലിയൊരു സ്റ്റാച്യു പോലും നമുക്ക് കാണാൻ പറ്റും. നക്ഷത്ര ആമകളെ പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് ചിന്നാറിലാണ്. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശമായ ചിന്നാർ, പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ചിന്നാർ മഴനിഴൽ പ്രദേശമായത് എന്താ? പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കാണ്, തമിഴ്നാടുമായിട്ട് ചേർന്ന ഭാഗമാണ്, ഉദുമൽപേട്ടുമായിട്ട് ചേർന്ന ഭാഗമാണ് ചിന്നാർ അല്ലേ? കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയുണ്ട്, പാമ്പാർ, അതാണ് ചിന്നാറിലൂടെ ഒഴുകുന്ന നദി. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കും, ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. ബൈ ഓൾ ഓഫ് യു.